തിരക്കേറിയ ബസ് സ്റ്റാൻഡിലെ വൃത്തിയില്ലാത്ത ശുചിമുറിയിൽ സുന്ദരിയായ ഒരു യുവതിയുടെ മൃതദേഹം. നിർധനരായ 32 സ്ത്രീകൾ. വിവാഹപ്രായം കഴിഞ്ഞു നിന്ന 32 യുവതികളാണ് ഇത്തരത്തിൽ മരിച്ചത്, അല്ല കൊല്ലപ്പെട്ടത്. തന്റെ വിധി സ്നേഹത്തോടെ കൈനീട്ടി വാങ്ങി അവർ ആ ശുചിമുറിയുടെ താഴിട്ടപ്പോൾ അവർ നടന്നെടുത്തത് മരണത്തിലേക്കായിരുന്നു. 4 മലയാളികളടക്കം 20ഓളം യുവതികളെയാണ് സയനൈഡ് നൽകി അതിക്രൂരമായി കൊല ചെയ്തത്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലെ ആ നിമിഷങ്ങൾ. അനിതയുടെ, കാവേരിയുടെ, പൂർണിമയുടെ, മറ്റ് അനവധി സ്ത്രീകളുടെ അവസാന നിമിഷങ്ങൾ. വർഷം 2009 ജൂൺ 17. ദക്ഷിണ കന്നഡയിലെ ബണ്ട്വാൾ ബരീബാറിൽ അനിത എന്ന യുവതിയെ കാണാതാകുന്നു. അന്യമതസ്ഥനൊപ്പം ഒളിച്ചോടിയെന്നാരോപിച്ച ലവ് ജിഹാദ് എന്നാരോപിച്ച അനിതയുടെ സമുദായത്തിൽപ്പെട്ടവർ ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഇതിന് പിന്നാലെ പോയ പോലീസ് സംഘം എത്തി നിന്നത് ഒരു ഫോൺ നമ്പറിലാണ്. പിന്നീട് ആ അന്വേഷണം എത്തിയത് കാവേരി എന്ന യുവതിയിലായിരുന്നു. അങ്ങനെ അനിതയിൽ നിന്ന് കാവേരിയിലേക്കും അവിടെ നിന്ന് പുഷ്പയിലേക്കും എത്തിയ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രം. താരപരിവേഷങ്ങൾ ഒന്നുമില്ലാതെ പ്രതിയെ പരിചയപ്പെടുത്താം. ബണ്ട്വാൾ കന്യാനയിലെ മോഹൻകുമാർ, ഒരു വെറും കായിക അധ്യാപകൻ. 2003-2009 കാലയളവിൽ 4 മലയാളികളടക്കം 20ഓളം യുവതികളെയാണ് സയനൈഡ് നൽകി അതിക്രൂരമായി കൊല ചെയ്തത്. 32 പേരെന്ന് മോഹൻ തന്നെ പറഞ്ഞുവെങ്കിലും മറ്റ് 12 പേരിലേക്ക് എത്താൻ പോലീസിന് ആയിട്ടില്ല എന്നതാണ് വാസ്തവം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷമായിരുന്നു കൊലപാതകങ്ങൾ. 20 കൊലക്കേസുകളിൽ 16 എണ്ണത്തിലും മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2003 3 തവണ വിവാഹിതനായ മോഹൻകുമാർ രത്ന എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നു. ശാരീരിക ബന്ധത്തിലേക്ക് നീങ്ങിയ അവരുടെ അടുപ്പം വിവാഹത്തിലേക്ക് എത്തിക്കണമെന്ന് രത്ന ആവശ്യപ്പെട്ടത് മോഹനെ വല്ലാണ്ട് അസ്വസ്ഥനാക്കി. അങ്ങനെ രത്നയെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഏറെ നാൾ ജയിലിൽ കഴിയുകയും കുറ്റവിമുക്തനായി പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ മോഹൻ. അന്ന് അയാളുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു സഹതടവുകാരൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. തന്റെ അലംഭാവം മൂലം സ്വർണ്ണപ്പണിയിൽ ബാക്കി വന്ന സയനൈഡ് അടക്കമുള്ള അവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞെടുത്ത് നിന്ന് ഒരു പശു അത് ഭക്ഷിക്കുന്നു. ആ കേസിലായിരുന്നു അയാൾ അന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. നിമിഷാർത്ഥ വേഗത്തിൽ ജീവനെടുക്കുന്ന പൊട്ടാസ്യം സയനൈഡ് കഴിച്ചാൽ രുചിച്ചു പോലും നോക്കാനാവാത്ത അത്രയും വേഗതയിൽ മരണം സംഭവിക്കാവുന്ന സയനൈഡിനെ പറ്റിയുള്ള വിവരം അയാൾ മോഹനോട് പറയുന്നു. വലിയ നിയന്ത്രണങ്ങളില്ലാത്ത കാലമാണത്. കൂടുതൽ പണം നൽകിയാൽ ആർക്കും അന്ന് കർണാടകയിൽ സയനൈഡ് ലഭ്യമായിരുന്നു. ഒരു കെമിക്കൽ വ്യാപാരിയിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേനെ വാങ്ങി സൂക്ഷിച്ച സയനൈഡ് അയാൾ 30ലധികം പാവപ്പെട്ട പെൺകുട്ടികളുടെ അവസാന രുചിയാക്കി മാറ്റി. കാസർഗോഡ് ഉപ്പള സ്വദേശിനിയായ സംഗീത അധ്യാപിക പൂർണിമയുമായി അടുത്ത മോഹന ജയിലിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. 2007 മെയ് 29 പൂർണിമയെ ബംഗളൂരു ഉപ്പാർപേട്ട KSRTC ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് ആദ്യം കരുതിയത്. 2010 മറ്റൊരു കേസിൽ അറസ്റ്റിലായ മോഹൻകുമാറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതടക്കം 20 കൊലപാതകങ്ങളുടെ ചുരുളഴിഞ്ഞത്. 2007 ഏപ്രിലിൽ ഉപ്പള ബസ് സ്റ്റാൻഡിലാണ് ഇരുവരും പരിചയപ്പെട്ടത്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സുധാകർ ആചാര്യ എന്നാണ് ഇയാൾ പരിചയപ്പെടുത്തിയത്. അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി. സംഗീതം റെക്കോർഡ് ചെയ്യാനെന്ന് പറഞ്ഞ ഇവരെ ബംഗളൂരുവിലെത്തിച്ചു. ഹോട്ടലിൽ തങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ പൂജയ്ക്ക് പങ്കെടുക്കാൻ പോകണമെന്നും ആഭരണങ്ങൾ അഴിച്ച് മുറിയിൽ അലമാരയിൽ വയ്ക്കാനും മോഹൻ നിർദ്ദേശിക്കുന്നു. പൂജയ്ക്കെന്ന് പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി. ഗർഭനിരോധന ഗുളികയിൽ സയനൈഡ് ചേർത്ത മറ്റു സ്ത്രീകൾക്ക് നൽകുന്നത് പോലെ അവൾക്കും കൈമാറി. ഛർദിയും ക്ഷീണവും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വിശ്രമമുറിയിൽ പോയി കഴിക്കാൻ ആവശ്യപ്പെട്ടു. ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിയിൽ ചെന്ന് ഗുളിക കഴിച്ച ഉടൻ ഇവർ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അവരുടെ മരണം ഉറപ്പുവരുത്താൻ അരമണിക്കൂർ പുറത്തു കാത്തുനിന്ന ശേഷം മോഹൻ ഹോട്ടലിലെത്തി ആഭരണങ്ങളെടുത്ത് നാട്ടിലേക്ക് മടങ്ങി. നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് ഇയാൾ വലയിലാക്കിയിരുന്നത്. സ്നേഹം നടിച്ച് വലയിലാക്കിയ ശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടും. തുടർന്ന് നഗരത്തിലെ ഹോട്ടലിലോ ലോഡ്ജിലോ മുറിയെടുത്ത് താമസിച്ച ഇവരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും. എന്തെങ്കിലും നുണ പറഞ്ഞ് ആഭരണങ്ങൾ കൈക്കലാക്കും. ഇരകളെല്ലാം 20 മുതൽ 30 വരെ പ്രായത്തിൽ ഉള്ളവരായിരുന്നു.
പിറ്റേന്ന് സമീപത്തെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയ ശേഷം ഗർഭനിരോധന ഗുളിക കഴിക്കാൻ നിർബന്ധിക്കും. ശുചിമുറിയിൽ കയറി യുവതികൾക്ക് വെള്ളത്തിനു പകരം സയനൈഡ് കലർന്ന ലായനിയാകും ചിലപ്പോൾ നൽകുക. സയനൈഡ് പുരട്ടിയ ഗുളികയും നൽകാറുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ വിവിധ നഗരങ്ങളിൽ എത്തിച്ചാണ് മോഹൻകുമാർ മാനഭംഗപ്പെടുത്തുകയും സയനൈഡ് പുരട്ടിയ ഗർഭനിരോധന ഗുളിക നൽകി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നത്. മൈസൂർ, ബംഗളൂരു ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലെ ബസ് സ്റ്റാൻഡ് ശുചിമുറികളിൽ നിന്നാണ് എല്ലാ മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുള്ളത്. ഇവയിൽ പലതും അസ്വാഭാവിക മരണവും ആത്മഹത്യയുമായി എഴുതി തള്ളുകയായിരുന്നു. എന്നാൽ രണ്ടുപേരുടെ രക്തം ലാബിൽ പരിശോധന നടത്തിയതിൽ മരണകാരണം സയനൈഡ് ആണെന്ന് കണ്ടെത്തി. പിടിയിലായ മോഹൻകുമാർ 32 യുവതികളെ കൊലപ്പെടുത്തിയെന്ന് ആദ്യം മൊഴി നൽകിയെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 20 കൊലക്കേസുകൾ മാത്രമാണ് വിചാരണ ചെയ്യപ്പെട്ടത്. അധ്യാപകൻ എന്ന നിലയ്ക്ക് ജോലിയോട് ആത്മാർത്ഥതയോ സമൂഹത്തോട് പ്രതിബദ്ധതയോ പ്രതി പുലർത്തിയിട്ടില്ല. കൊല്ലപ്പെട്ടവരോട് പ്രതിക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യമോ ഇവരെ കൊല്ലാൻ വേണ്ട എന്തെങ്കിലും പ്രകോപനമോ ഉണ്ടായിരുന്നില്ല. കൊലയ്ക്കു തിരഞ്ഞെടുത്ത മാർഗങ്ങളും കൊല ചെയ്ത രീതികളും പരിശോധിക്കുമ്പോൾ അവിവാഹിതകളായ 3 യുവതികളെ ആസൂത്രിതമായാണ് മാനഭംഗവും കൊലയും കവർച്ചയും നടത്തിയതെന്ന് വ്യക്തമാണ്. കാസർഗോഡ് മുള്ളേരിയയിലെ പുഷ്പ 21 വയസ്സുള്ള പുഷ്പ, ഉപ്പളയിലെ 26 വയസ്സുകാരി വിജയലക്ഷ്മി, പൈവളികെ സാവിത്രി 26 വയസ്സ്, മംഗലാപുരം തെക്കോട്ട് താമസിച്ചിരുന്ന കുമ്പള സ്വദേശിനി കമല എന്നിവരാണ് മോഹന്റെ കൈകളാൽ കൊല്ലപ്പെട്ട മലയാളികൾ. സുള്യാപ്പരാജെ ബേബി നായക് 25 വയസ്സ് മുതൽ പുഷ്പ, കാവേരി, അനിത, ബേബി അങ്ങനെ 32 സ്ത്രീകൾ. 3 യുവതികളെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തിയപ്പോഴും 3 കേസിലും വധശിക്ഷയെന്ന വിധി കേട്ട് പുറത്തിറങ്ങിയപ്പോഴും മോഹൻകുമാറിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ചെറുപുഞ്ചിരിയോടെ കോടതിയിലേക്ക്, അങ്ങനെ തന്നെ അതേ പുഞ്ചിരിയോടെ തിരികെയും. നാടിനെ നടുക്കിയ കൊലയാളിയാണെന്ന് കണ്ടാൽ തോന്നാത്ത ഭാവം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. വിധി കേട്ട് പുറത്തിറങ്ങിയ ഇയാളോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. തനിക്ക് രോഗിയായ അമ്മയും ഭാര്യയും 2 മക്കളുമുണ്ടെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയം താനാണെന്നും ശിക്ഷ വിധിക്കുമ്പോൾ ദയ കാണണമെന്നും പ്രതി കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേസുകളുടെ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോഴും ബന്ധുക്കൾ ആരും തന്നെ വിധി കേൾക്കാൻ എത്തിയിരുന്നില്ല. കൊല്ലപ്പെട്ട യുവതികളുടെ ബന്ധുക്കളും കോടതിയിൽ എത്തിയിട്ടില്ല. പ്രതികരണം തേടി വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പോലും കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാരും തയ്യാറായില്ല. ഇതിൽ ഭയാനകമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയ ഒരു പൊടി പിടിച്ച ഡയറിയാണ്. ഇരകളുടെ പേര് വിവരങ്ങളും അവരോട് മോഹൻ പറഞ്ഞ അയാളുടെ വിവരങ്ങളും എഴുതി വച്ചിരുന്നു. 10 പേരെ ലക്ഷ്യം വെച്ചാൽ ഒരാളെ വലയിലാക്കാൻ സാധിച്ചിരുന്നു അയാൾക്ക്. താനാണ് കൊല നടത്തിയത് എന്നതിന് വ്യക്തമായ തെളിവില്ല എന്നവകാശപ്പെട്ട മോഹൻകുമാർ വിചാരണ കോടതിയുടെ വിധികളെ ചോദ്യം ചെയ്തു. മേൽക്കോടതിയെ സമീപിക്കുന്നത് പതിവായിരുന്നു. കേസിൽ തനിക്കുള്ളത്ര ധാരണ അഭിഭാഷകനുണ്ടാകില്ലെന്നും സ്വയം വാദിക്കാൻ അനുവദിക്കണം എന്നുമുള്ള അഭ്യർത്ഥന കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. കോടതിയിൽ സ്വയം വാദിച്ച് വധശിക്ഷയിൽ നിന്ന് മോചിതനായ ചരിത്രവുമുണ്ട് ഈ കുപ്രസിദ്ധ കുറ്റവാളിക്ക്. 2017 ഒക്ടോബറിൽ കോടതിയിൽ മറ്റാരുടെയും സഹായമില്ലാതെയാണ് തന്റെ വാദങ്ങൾ മോഹൻ അവതരിപ്പിച്ചത്. ഒരു കുറ്റകൃത്യത്തിൽ പോലും മോഹന് പശ്ചാത്താപമില്ലാത്ത ക്രിമിനലായിരുന്നു. ബോൺ ക്രിമിനൽ സയനൈഡ് മോഹൻ.